സ്പീഡ് മാത്ത് അഥവാ വേഗത്തിന്റെ കണക്ക് എന്ന പാഠവുമായിട്ട് ബന്ധപ്പെട്ട് USSന് മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എ മാൻ ടേക്ക് 4 hours 30 minutes to travel a distance of 360 km. His average speed is. ഒരാൾ 4 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് 360 കിലോമീറ്റർ സഞ്ചരിച്ചുവെങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്ര എന്നാണ് ചോദ്യം. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ്. അതായത് ശരാശരി വേഗത എന്ന് പറയുന്നത് ആകെ ദൂരം ഡിവൈഡ് ബൈ ആകെ സമയമാണ്. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 360 കിലോമീറ്റർ ആണ്. ടോട്ടൽ ടൈം തന്നിട്ടുണ്ട് 4 മണിക്കൂർ 30 മിനിറ്റ്, അതായത് 4.5 hour ആണ്. അപ്പോൾ ഇവിടുത്തെ സ്പീഡ്, അതായത് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 360 ഡിവൈഡ് ബൈ 4.5 ആയിരിക്കും. 4.5 എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റി എത്ര കിട്ടും? 9/2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് അപ്പോൾ സ്പീഡ്, അതായത് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 360 ഡിവൈഡ് ബൈ 9/2. ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 360 × 2/9. 360 × 2 എന്ന് പറയുന്നത് 720 ആണ്. അപ്പോൾ 720 ഡിവൈഡ് ബൈ 9. 720 എത്ര 9 ഉണ്ട്? 72 8 9 ഉണ്ട്. അപ്പോൾ 720 89 ഉണ്ട് അല്ലേ? അപ്പോൾ 80 km/h എന്ന് കിട്ടും. ഇവിടെ സ്പീഡിന്റെ യൂണിറ്റ് ആണ് km/h. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം 80 km/h എന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം. രാജു ട്രാവൽഡ് ടു കൊല്ലം ബൈ സ്കൂട്ടർ അറ്റ് ആൻ ആവറേജ് സ്പീഡ് ഓഫ് 40 km/h. ഹി ടുക്ക് 3 hours ടു റീച്ച് ദെയർ. വാട്ട് ഡിസ്റ്റൻസ് ഹി ഹാഡ് കവേർഡ്? 40 km/h വേഗതയിൽ സഞ്ചരിച്ചപ്പോൾ 3 മണിക്കൂർ കൊണ്ട് രാജു കൊല്ലത്തെത്തിയെങ്കിൽ രാജു സഞ്ചരിച്ച ദൂരം എത്ര? ഇവിടെ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ആണ്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഡിസ്റ്റൻസ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും? സ്പീഡ് ഇൻറ്റു ടൈം ആയിരിക്കും ഇല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആയിരിക്കും. ഇവിടെ സ്പീഡ് തന്നിട്ടുണ്ട് 40 km/h ആണ്. ടൈം തന്നിട്ടുണ്ട് 3 hours ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 40 × 3, ദാറ്റ് ഈസ് 120 കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, 72 km/h ഈസ് ഈക്വൽ ടു ഡാഷ് മീറ്റർ/സെക്കൻഡ്. km/hഉം മീറ്റർ/സെക്കൻഡും സ്പീഡിന്റെ യൂണിറ്റുകളാണ്. ഇവിടെ km/hനെ മീറ്റർ/സെക്കൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. km/hനെ മീറ്റർ/സെക്കൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് km/മണിക്കൂറിനെ മീറ്റർ/സെക്കൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 72നെ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മീറ്റർ/സെക്കൻഡ് ആയിട്ട് മാറും. അപ്പോൾ 72 × 5/18 എന്ന് പറയുന്നത് എത്രയാണ്? 72 ഡിവൈഡ് ബൈ 18 എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 × 5 ദാറ്റ് ഈസ് 20 മീറ്റർ/സെക്കൻഡ് എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബൈക്ക് മൂവ്സ് 20 meters in 1 second. How far does it go in 1 hour? ഇവിടെ ബൈക്കിന്റെ സ്പീഡ് തന്നിട്ടുണ്ട് 20 meter/second. ഒരു സെക്കൻഡിൽ 20 മീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ബൈക്കിന്റെ സ്പീഡ് തന്നെയാണ്, 20 meter/second ആണ്. How far does it go in 1 hour? ഒരു മണിക്കൂറിൽ അത് എത്ര മൂവ് ചെയ്യും എന്നാണ് കണ്ടുപിടിക്കുന്നത്. ഒരു മണിക്കൂറിലേക്ക് മാറ്റുമ്പോൾ അത് കിലോമീറ്ററിലാണ് വരുന്നത് അല്ലെ? അപ്പോൾ km/h മാറ്റണം. അതായത് മീറ്റർ/സെക്കൻഡിനെ km/h മാറ്റണം. മീറ്റർ/സെക്കൻഡിനെ km/h മാറ്റാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ തൊട്ട് മുമ്പുള്ള ചോദ്യത്തിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ km/hനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ മീറ്റർ/സെക്കൻഡിനെ km/മണിക്കൂറിലോട്ട് മാറ്റണം. അപ്പോൾ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 20യെ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 20 × 18 ഡിവൈഡ് ബൈ 5. 20/5 എന്ന് പറഞ്ഞാൽ 4 ആണ്. ദാറ്റ് ഈസ് 4 × 18 72 km/h എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ബൈക്ക് ഒരു മണിക്കൂർ കൊണ്ട് 72 കിലോമീറ്റർ സഞ്ചരിക്കും.